ഏവർക്കും എമ്മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ജില്ലയിലെ മറ്റു ചില മണ്ഡലങ്ങളെ പോലെ ഏറെ പിരിമുറുക്കമില്ലെങ്കിലും മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റുമുട്ടുന്ന മുന്നണി സ്ഥാനാർത്ഥികളുടെ നോട്ടം വിവിധ തെരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ ചാട്ടമാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 43,381 വോട്ട് ഭൂരിപക്ഷം നേടിയപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 7,488 വോട്ടായി ചുരുങ്ങി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 60,963 വോട്ട് ഭൂരിപക്ഷം നേടിയപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 3,144 ചുരുങ്ങി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്, KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി, BJP കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി എന്നിവരാണ് മട്ടന്നൂരിൽ മുന്നണി സ്ഥാനാർത്ഥികൾ. ഒപ്പം SDPI സ്ഥാനാർത്ഥിയായി മുൻ ജില്ലാ പ്രസിഡന്റ് ബഷീർ പുന്നാടും 2 കക്ഷിരഹിതരും മത്സരരംഗത്തുണ്ട്. വി.കെ. സനോജ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖമാണെങ്കിൽ ചന്ദ്രൻ തില്ലങ്കേരിക്ക് 2006 തളിപ്പറമ്പ് മണ്ഡലത്തിൽ CKP പത്മനാഭനെതിരെ മത്സരിച്ച് പരിചയമുണ്ട്. ബിജു ഏളക്കുഴിയാകട്ടെ മട്ടന്നൂർ മണ്ഡലം പുനഃക്രമീകരണം മുതൽ 2011, 2016, 2021 വർഷങ്ങളിൽ മത്സരിച്ച പരിചയവുമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതിനോട് ചേർന്ന് നിന്ന മട്ടന്നൂരിൽ 2011 സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ജനതയുടെ ജോസഫ് ചാവറയെ പരാജയപ്പെടുത്തി 30,512 വോട്ട് ഭൂരിപക്ഷത്തിനും 2016 ജനതാദൾ യുണൈറ്റഡിലെ KP പ്രശാന്തിനെ പരാജയപ്പെടുത്തി 43,381 വോട്ട് ഭൂരിപക്ഷത്തിനും EP ജയരാജൻ വിജയിച്ചു. 2021 RSPയിലെ ഇല്ലിക്കൽ അഗസ്തിയെ പരാജയപ്പെടുത്തി 60,963 വോട്ട് ഭൂരിപക്ഷത്തിന് KK ശൈലജ വിജയിച്ചു. ഇത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു. NDAക്ക് 2011 8,707 വോട്ടും 2016 18,620 വോട്ടും 2021 18,223 വോട്ടും ലഭിച്ചപ്പോൾ SDPIക്ക് ഇത് യഥാക്രമം 2,757, 3,188, 4,201 വോട്ടുമായിരുന്നു. മട്ടന്നൂർ നഗരസഭയും പടിയൂർ കല്യാട്, തില്ലങ്കേരി, മാലൂർ, കോളയാട്, ചിറ്റാരിപ്പറമ്പ്, മാങ്ങാട്ടിടം, കീഴല്ലൂർ, കൂടാളി എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് മട്ടന്നൂർ നിയോജക മണ്ഡലം. 2011 1,60,711, 2016 1,77,911, 2021 1,89,308 വോട്ടർമാരുടെ എണ്ണം. ഇത്തവണ ഇത് 2,09,36 വോട്ടായി വർദ്ധിച്ചിട്ടുണ്ട്. വി.കെ. സനോജിലൂടെ യുവതലമുറ വോട്ടുകൾ പൂർണ്ണമായും ഇടതുചേരിയിലേക്ക് വരുമെന്ന പ്രതീക്ഷയാണ് LDFന്. എല്ലാ പ്രദേശങ്ങളിലും യുവാക്കളുടെയും യുവതികളുടെയും സാന്നിധ്യം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്കുള്ള ഓട്ടമായിരിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. മണ്ഡലത്തിലെ ഇടതുകോട്ടകളിൽ നിന്നും ഗണ്യമായ വോട്ട് വർധനയാണ് UDF പ്രതീക്ഷ. ചില പ്രദേശങ്ങളിൽ മുൻകാലങ്ങളിൽ പ്രചാരണത്തിന് ഇറങ്ങാറില്ലെങ്കിലും ഇത്തവണ ഓരോ പ്രദേശത്തും നല്ല പ്രവർത്തനമാണ് UDF നടത്തിവരുന്നത്. ഇതെല്ലാം അനുകൂലമായി വന്നാൽ അട്ടിമറി വിജയമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് UDF നേതൃത്വത്തിന്. സത്യം പറഞ്ഞ ടോപ്പ് വെൽ എത്തിയപ്പോഴാ എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്. അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ എലഗന്റ് അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിൽ ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമൻഡബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.